അപ്പോൾ ശ്യാമള ലോട്ടസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ബോഗെയിൻവില്ലയുടെ ഒരു ചെറിയ ഗ്രാഫ്റ്റിങ്ങിൻ്റെ രീതി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് വേണ്ടി ഗ്രാഫ്റ്റിങ് ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മളെ ചേട്ടനാണ്. അപ്പോൾ ആളെ വീട്ടിലെ ബോഗെയിൻവില്ലയാണ് ഈ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുള്ള നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടുള്ള ഫ്ലവറാണ്. നല്ല അത്യാവശ്യം നല്ല ഈ ക്യാമറയിൽ കറക്റ്റായിട്ട് കളർ കാണിക്കണില്ല, പക്ഷേ നല്ല ഡീപ്പ് റെഡ് കളറാണ്. പിന്നെ ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റൂബി റെഡിൻ്റെ ഫ്ലവർ കേട്ടോ. ഇവിടെ ആ ചേട്ടൻ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളെ റൂബി റെഡും മറ്റേ ഫ്ലെയിം റെഡും ഒരുമിച്ച് വെച്ചേക്കുന്നത്. ഇത് നമ്മളെ ഒരു പോട്ടാണ്. ഈ ഒരു ചെറിയ പോട്ടിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് ഈ ബഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. വലിയ റിസ്ക് ഒന്നുമില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലൊരു പോട്ട് മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം ഈ ചട്ടിയുടെ അടിയിൽ കുറച്ച് ഓടിൻ്റെ പീസുകൾ നമ്മൾ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കെട്ടി പെട്ടെന്ന് ഇതായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വളവും കാര്യങ്ങളൊക്കെ മണ്ണിൻ്റെ അടിക്ക് പെട്ടെന്ന് പോകല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പോട്ടി മിക്സായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ പോട്ടി മിക്സിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരെണ്ണം ചെയ്യാം. ഇതിലെന്തിട്ടൊക്കെയാണ് ചേർത്തേക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പ്ലാന്റ് ഇറക്കി വെക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഈ മുകൾ വശം നമ്മളിന്ന് കട്ടായി ഒടിഞ്ഞു പോയി ബഡ് ചെയ്ത ഭാഗം. അപ്പോൾ നമ്മളത് വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ പുതിയ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോസ് നമുക്ക് ഒന്ന് കണ്ടുവരാം. മണ്ണിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ ആ പോട്ടിൽ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം ചെയ്യണത്. അതിന് ശേഷം വേണ്ട ഈ നമ്മൾ അതിൽ സാഫ് പരട്ടുണ്ട്. സാഫ് എന്ന് വെച്ചാൽ ഫംഗിസൈഡാണ്. നമ്മൾ ഇതിന് ഫംഗസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഈ സാഫിൻ്റെ ഒരു കുറച്ചെടുത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഫംഗിസൈഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണട്ടെ, ഈ ഫംഗിസൈഡ് ഒരു ബോട്ടിലിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാന്റിന് മൊത്തം തെളിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പോട്ടി മിക്സിലൊക്കെ കാണുന്ന വിധത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോട്ടി മിക്സിയിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ ഈ പ്ലാന്റിലേക്ക് അത് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാന്റുമ്പോഴും ഇത് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല പുതിയ ബ്ലേഡ് അല്ലെങ്കിൽ പുതിയ കത്തിയേക്കണം. അല്ലെങ്കിൽ എല്ലാ ഫംഗിസൈഡ് ഇതിലൊക്കെ അപ്ലൈ ചെയ്തെടുത്ത നല്ല ഷാർപ്പായിട്ടുള്ള വല്ല ബ്ലേഡാണ് അതിൽ കത്തിയേക്കണം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അതിപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൽ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന പ്ലാന്റിൽ കട്ട് ചെയ്തെടുക്കുന്നതായാലും ഈ കത്തി കൊണ്ട് തന്നെ നല്ല ഫംഗിസൈഡിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കത്തി ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിത് അതിൻ്റെ ഒരു തൊലി ഭാഗം മാത്രം ചെറിയൊരു പോർഷൻ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് ചീന്തി എടുക്കുകയും ചെയ്യുക. അതിനുശേഷം ഈ മാസ്കിൻ്റെ പോലത്തെ ടേപ്പുണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റിങ് ഉപയോഗിക്കുന്ന ഒരു ടേപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു നല്ല ഗ്രോത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ചെരിച്ചത് കട്ട് ചെയ്തെടുക്കണത്. കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം.
ഓക്കെ അല്ലേ? ഓക്കെ, കറക്റ്റാണോ നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ ചേർമ, അതായത് ഇതിൻ്റെ തലയുണ്ടല്ലോ, ഈ കട്ടിങ്സിൻ്റെ ഈ എഡ്ജിലായിരിക്കണം. അതായത് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയാലോ, ഇതിൻ്റെ ഈ എഡ്ജിലായിരിക്കണം ഈ സാധനം ഇങ്ങനെ വരുന്നത്. അതായത് ഇതാവാൻ പാടില്ല, അത് നടുക്കിലേക്ക് ആവാൻ പാടില്ല. നല്ല സ്റ്റം, നല്ല സ്ട്രോങ് സ്റ്റമ്മാണത് ഇതേ. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ വെക്കുമ്പോൾ ഈ എഡ്ജിലേക്ക്, ഇതിൻ്റെ ഒരു എഡ്ജ് ഇതിലേക്ക് ചേർന്ന് നിൽക്കണം. ഇവിടെ ഈ തൊലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം. നമ്മൾ ഉള്ളിലേക്ക് ഫുൾ ഉള്ളിലേക്ക് പോകരുത്. ഇങ്ങനെ ചേർന്ന് നിൽക്കണം തല, എന്നിട്ട് കെട്ടണം. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കാം. പിന്നെ കുറച്ചിങ്ങനെ ലൂസായി കിട്ടും. ആദ്യം ഇങ്ങനെ നമ്മൾ അതിൻ്റെ എഡ്ജിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഇങ്ങനെ ബൾജാവും, ഇങ്ങനെ ഇതായിട്ടല്ല, എയർ ടൈറ്റ് ആവും. ഈ സ്റ്റെം 2 പിടിപ്പിക്കാൻ പറ്റുമോ? ഇത് 2 പിടിപ്പിക്കാം. ഞാൻ പിന്നെ ഒരെണ്ണം ചെറിയ സ്റ്റമ്മല്ലേ. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിമ്പിൾ മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കണം. എന്നിട്ട് കമൻ്റായിട്ട് വീഡിയോൻ്റെ താഴെ ഇതിങ്ങനെ ഒട്ട ഇങ്ങനെ വന്ന് നീർന്ന് നിൽക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ നിർത്തുമ്പോൾ പക്ക ഇങ്ങനെ ചെടിയായിട്ട് നിൽക്കണം. അത് നമ്മൾക്ക് ചെടിയുമ്പോൾ കൊള്ളാണ്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശരിക്കും ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കവർ ശരിക്കും റൗണ്ട് മാതിരി ഈ സാധനം നമ്മൾ നോക്കിട്ടെ. മറ്റേ സ്പ്രേ അടിക്കണം. ഈർപ്പം നിലനിർത്താനും ഫംഗസ് ഇല്ലാണ്ടിരിക്കാനും മറ്റേ ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് പിടിക്കുക? ഇതിന് കറക്റ്റ് 2 ആഴ്ച. പിന്നെ ഇത് അഴിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ എന്നിട്ട് ഇത് വെയിലെടുത്തേക്കാൻ പറ്റുമോ? വെയിലെടുത്തേക്കാൻ പറ്റില്ല, തണലത്ത്. ഈ നമ്മ ചേർത്ത് വെച്ച് കെട്ടിയാൽ ഒരിക്കലും മുട്ടരുത്. കവറല്ലേ? കവർ. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ ആക്കണത്. ടൈറ്റായിട്ട് തന്നെ കെട്ടണം. പിന്നെ കഴിഞ്ഞിടെ ഇതിലിപ്പോൾ 2 ടൈപ്പ് നമ്മൾ പിടിപ്പിക്കാന്ന് ചോദിക്കാം. അങ്ങനെ ഒറ്റ ഇതിൽ നമ്മ സെറ്റ് ആയിട്ട് മറ്റേ ചുറ്റിയാൽ മതി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ
ഓരോന്ന് ഇത് രണ്ടിൻ്റെയും രണ്ടെണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ ചുറ്റല് ഒറ്റ ഇതിൽ കെട്ടി നിർത്താറ്. ചുറ്റിയാണ് ഇത്രേ ഉള്ളൂ. ഇത് എന്നിട്ട് തണലത്തേക്കണം അല്ലേ? തണലത്ത് അതെ, തണലത്ത് 2 ആഴ്ച തണലത്ത് കൊണ്ട് നോക്കി നമുക്ക് ഒരെണ്ണത്തുമ്പോൾ കുറേ ചുറ്റി ഇത് കുറേ കയറ്റി ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ ഇതല്ലേ? ആ അതിന് നമ്മളൊരു ബഡ് വിരിഞ്ഞ് വന്നത് കാണിച്ചു കൊടുക്കും. ഇതിപ്പോൾ എത്ര ദിവസമായി? അത് 2 ദിവസം. ഇതേ ബെഡായിട്ടുള്ളത്, ബെഡ് സെറ്റായി. അത് ഇത് എത്ര ചെയ്യും? 2-3 ആഴ്ചയല്ല, 1 മാസമുണ്ട്. നമ്മളെ ചെടി വന്നിട്ട് എത്ര ആളായി? ഹൈദരാബാദിൽ നിന്ന്. ഇതൊക്കെ കണ്ടോ ബഡ് ചെയ്ത് പിടിച്ചാണ്. ഇതൊക്കെ 3 ആഴ്ച എത്തിയല്ലേ? 3 ആഴ്ച. ഒറ്റ പൂട്ടിലോട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണം. നല്ല വീഡിയോ ഇതെല്ലാം ഒറ്റ പ്ലാന്റിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഹവായി വൈറ്റാണ്. നല്ല ബുഷായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? അതിവിടെ വേറെ ഉണ്ടല്ലോ. ചെറുതായിട്ടെങ്കിലും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഒരാളെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നെക്കൊണ്ടാവണ വിധത്തിൽ ഞാൻ വീഡിയോ എഡിറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ കൂടെ ചോദിക്കുക. അപ്പോൾ ഞാനതിന് എനിക്കറിയണ പോലെ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതിന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫെൻലോസിസ് അങ്ങനെ കുറച്ച് വെറൈറ്റികൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടുകളിൽ പോയി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോഗൻവില്ലയുടെ ആവശ്യമുണ്ടെങ്കിൽ അതും പറയാം, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സൊക്കെ അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ ആയാലും ചോദിക്കുക. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു.